എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ നിർത്തിയെച്ചെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഏതൊക്കെ തരത്തിലാണ് ഏതുവരെ പറഞ്ഞിട്ടുണ്ടായത്? കോൺട്രാക്ട് വിത്ത് പർദനൈഷൻ വുമൺ അതുവരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ള ടോപ്പിക്കാണ് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഡിഫറൻസ് ആണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിൽ പറയാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കൊയേഷൻ എന്ന് പറഞ്ഞാൽ ത്രെറ്റാണ് അല്ലേ. നമ്മൾ ത്രെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിലോ അവരെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പെർസ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ത്രെറ്റൻ, ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ഞാൻ ആദ്യം പോയിന്റ് പറയാം, എന്നിട്ട് വായിച്ചിട്ട് പറയാം കേട്ടോ. ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ കൊയേഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ത്രെട്ടണിങ് ആണ്, മറ്റേതാണെങ്കിലോ പെർസ്യൂഷൻ ആണ്. പിന്നെ കൊയേഷൻ ഇൻവോൾവ്സ് യൂസിങ്, നമ്മൾ എന്താ പറയുന്നത്, ഫിസിക്കൽ പ്രഷറാണ് ഉപയോഗിക്കുന്നത്. അൺഡ്യൂ ഫിസിക്കൽ പ്രഷറിൽ ത്രട്ടൺ ചെയ്തിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണെങ്കിലോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് ആണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? മെൻ്റൽ എക്സസൈസാണ്. നമ്മൾ മെൻ്റൽ എക്സസൈസാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ത്രെട്ടണിങ്, മറ്റേതിൽ പെർസ്യൂ ചെയ്യുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസാണ്, മറ്റേത് മെൻ്റൽ എക്സസൈസാണ്. പിന്നെ ഇനി കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് പാർട്ടി ആരെങ്കിലും സ്ട്രേഞ്ചർ ആയിരിക്കും. മറ്റേതിൽ എങ്ങനെയാവണം എന്നില്ല, സ്ട്രേഞ്ചർ ആവണം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഹാസ് സെക്സ് എഗൻസ്റ്റ് എ പേഴ്സൺ ഹു ഈസ് എ പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി ആവാം. പിന്നെ പറയുന്നത് കൊയേഷൻ ഇൻവോൾവ്സ് ക്രിമിനൽ ആക്റ്റ് ആണ്. മറ്റേതോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്റ്റ് അല്ല. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് കൊയേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടി ടു ദ കോൺട്രാക്റ്റ് ഈസ് നെസറി. നല്ല റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതൊന്നും അത്യാവശ്യമില്ല. മറ്റേതാണെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലോ റിലേഷൻഷിപ്പ് ജനറലി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഏതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസുകളായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബോത്ത് കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആർ യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായാലും കൊയേഷൻ ആയാലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയാലും നമ്മളൊരു അഗ്രിമെൻറ്റ് തുടങ്ങുമ്പോൾ അതിൽ അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് രണ്ടും അല്ലേ. ഇൻ ബോത്ത് കേസസ് ദി കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ ആൻഡ് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി. രണ്ടത്തിലും വോയിഡബിൾ ആണ്, നമ്മുടെ മൂന്നാമത് വ്യക്തിയുടെ കൺസെൻറ്റ് പ്രകാരമാണുള്ളത്. എന്നാലും അവ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. ഇൻ കൊയേഷൻ ദി കൺസെൻറ്റ് ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി ഈസ് ഗിവൺ അണ്ടർ ത്രെറ്റ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഏതിലൂടെയാണ് നമ്മൾ കൺസെൻറ്റ് മേടിക്കുന്നത്? ത്രെറ്റിലൂടെയാണ് കൺസെൻറ്റ് മേടിക്കുന്നത്. ഓഫ് എൻ ഒഫൻസ് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ. ഫോർബിഡൻ ചെയ്യാൻ വിലക്കപ്പെടുക. അത് ആ ഒഫൻസ്, ആ ചെയ്യുന്ന കുറ്റം ആര് വിലക്കപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ പീനൽ. ത്രെറ്റിലൂടെ നമ്മൾ സമ്മതം മേടിക്കുന്നതൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് എന്ത് ചെയ്യുന്നു? ഫോർബിഡൻ ചെയ്തിരിക്കുന്നു. Whereas undue influence is consent of the aggrieved party is obtained by misusing the dominant person അല്ലേ. പറഞ്ഞ ഡൊമിനൻറ്റ് പൊസിഷൻ, പേഴ്സൺ അല്ല പൊസിഷൻ, ഡൊമിനൻറ്റ് പൊസിഷൻ ആധിപത്യം ഉപയോഗിച്ചിട്ട് അല്ലേ. കാരണം മിസ്യൂസ് ചെയ്യുകയാണ്, മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യാൻ പെർസ്യൂഷനിലൂടെ മറ്റുള്ളവരെ നമ്മൾ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, കൊയേഷൻ ഇൻവോൾവ്സ് യൂസ് ഓഫ് ഫിസിക്കൽ പ്രഷർ. ഫിസിക്കൽ പ്രഷറാണ് കൊയേഷനിൽ വരുന്നത്. ആൻഡ് വയലൻറ്റ് ഫോഴ്സ്. ബട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് എ കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷറാണ് ഇതിൽ വരുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതിൽ മെൻ്റൽ പ്രഷറാണ് വരുന്നത്. In case of coercion, the threat or pressure may come from a third party who is a stranger to the contract. In the case of coercion, the threat അല്ലെങ്കിൽ പ്രഷറൊക്കെ വരുമ്പോൾ തേർഡ് പാർട്ടി അയാളെന്ന് സ്ട്രേഞ്ചർ ആയിരിക്കും, അപരിചിതൻ, പുറമേയുള്ള ആളായിരിക്കും. വെയിൽ ഓൺ ദി അതർ ഹാൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മസ്റ്റ് ബി എക്സസൈസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ എങ്ങനെയാണ്? ബൈ ഓർ എഗൻസ്റ്റ് എ പേഴ്സൺ ഹു ഈസ് പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. അയാൾ ആരിനെയായിരിക്കും? ഇതിലെ പാർട്ടീനെ ആയിരിക്കും. മറ്റേൽ കൊയേഷനിലാണെങ്കിൽ സ്ട്രേഞ്ചർ പേഴ്സൺ ആയിരിക്കും, ഇതിലാണെങ്കിൽ ആരായിരിക്കും? ഹു ഈസ് പാർട്ടി ടു ദ കോൺട്രാക്റ്റ്.
കൊയേഷൻ ഇൻവോൾവ്സ്, കൊയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്റ്റാണ്. നേരെ മറിച്ച് മറ്റേതാണെങ്കിലോ വെയിൽ ദർ ഈസ് നോ ക്രിമിനൽ ആക്ട് ഇൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ട് അല്ല. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്റ്റാണ്, മറ്റേത് എന്തല്ല, ഒരു ക്രിമിനൽ ആക്ട് അല്ല. In case of coercion, relationship between the parties to the contract is not necessary. റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നൊന്നും അത്യാവശ്യമില്ല. നമ്മൾ പറഞ്ഞു സ്ട്രേഞ്ചർ ആയിട്ടല്ലേ വരുന്നത്, അപ്പോൾ കോൺട്രാക്റ്റിൽ റിലേഷൻഷിപ്പ് വേണ്ട. അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണെങ്കിലോ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ജനറലി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടി. ചില തരത്തിലുള്ള റിലേഷൻ, പാരൻറ്റ് ആൻഡ് സൺ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്, അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും 5 പോയിൻറ്റ്സാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ള, ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഏതൊക്കെ തരത്തിലാണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ കൊയേഷൻ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. എങ്ങനെയാണ് കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ത്രട്ടിലൂടെയാണ് മേടിക്കുന്നത്. നേരെ മറിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ എങ്ങനെയാണ് വരുന്നത്, കൺസെൻറ്റ് ഈസ് അഗ്രീവ്ഡ് പാർട്ടി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിസ്യൂസിങ് ദി ഡൊമിനൻറ്റ് പൊസിഷൻ. നെക്സ്റ്റ് വൺ, കൊയേഷൻ ഇൻവോൾവ്സ് ഫിസിക്കൽ പ്രഷറാണ്, മറ്റേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിലോ മെൻ്റൽ പ്രഷറാണ്. പിന്നെ കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും. നേരെ മറിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ആരായിരിക്കില്ലേ, എഗൻസ്റ്റ് എ പേഴ്സൺ ഹു ഈസ് എ പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ട് ആണ്, മറ്റേതാണെങ്കിലോ ദർ ഈസ് നോ ക്രിമിനൽ ആക്ട് ഇൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇൻ കേസ് ഓഫ് കൊയേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കപ്പിൾ, റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് നോട്ട് നെസസറി, റിലേഷൻഷിപ്പ് ആവശ്യമില്ല. നേരെ മറിച്ച് ഏതാണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ജനറലി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. കാരണം പാരൻ്റ് ആൻഡ് സൺ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്, ആ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസും കൊയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ 2 ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞത്. കൊയേഷൻ കഴിഞ്ഞു. കൊയേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 15 പ്രകാരമാണ് ഡിഫൈൻ ചെയ്തത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 16 പ്രകാരം പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി എടുക്കാനുള്ളതാണ് ഫ്രോഡ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഫ്രോഡ് കേട്ടോ. ഫ്രോഡ് പറഞ്ഞാൽ നമ്മൾ തെറ്റുകൾ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് തെറ്റുകൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതാണ് ഫ്രോഡ് എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെയാണ് വെച്ചാൽ മറ്റുള്ളവരെ ഡിസീവ് ചെയ്യുക, പറ്റിക്കുക, അതൊക്കെയാണ് ഫ്രോഡ്. നോക്കാം. ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ്. When a wrong representation is made by a party with the intention to deceive the other, underline ചെയ്യുക, deceive the other party and to cause him to enter into contract, it is said to be fraud. അതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ where a wrong representation is made by a party with the intention, wrong representation നടത്തുന്നു, തെറ്റായ റെപ്രസെൻറ്റ് പ്രതിനിധീകരിക്കുക, എന്ത്, ടു ഡിസീവ് ദി അതർ പാർട്ടി, മറ്റുള്ള ഒരാളെ ഡിസീവ് ചെയ്യുക, ചതിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി അതർ പാർട്ടി ആൻഡ് ടു കോസ് ഹിം ടു എൻ്റർ ഇൻ ടു, എന്നിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ദ ടേം ഫ്രോഡ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ട് കമ്മിറ്റഡ് ബൈ എ പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഡിസീവ് അനദർ പേഴ്സൺ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റൊരാളെ ഡിസീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. To deceive means to induce a man to believe that thing is true or which is false. അപ്പം നമ്മളൊരാളെ ധരിപ്പിക്കുകയാണ്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണ്, പക്ഷേ ശരിക്കും അതെന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഒന്നുകൂടിയും പറയാം ഫ്രോഡ് എന്താണെന്ന് പറയാം. ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ ഇൻറ്റൻഷണലായിട്ട്, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്താൽ, വിൽഫുള്ളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഫാക്റ്റ്. വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി, റോങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി, അല്ലേ. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, മറ്റൊരാളെ ഡിസീവ് ചെയ്യുക പറഞ്ഞാൽ ചതിക്കുക എന്നാണ് ഉദ്ദേശം. ആൻഡ് ടു കോസ് ഹിം ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, അങ്ങനെയാണ് മറ്റൊരാളെ ചതിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളെ കോൺട്രാക്റ്റിലേക്ക് ഉന്തി തള്ളിയിടുന്നതിനെ ഫ്രോഡ് എന്ന് പറയുന്നു. നോക്കുക. The term fraud includes all act committed by a person with a view to, എന്താ നമ്മുടെ വ്യൂ, ഡിസീവ് അനദർ പേഴ്സൺ, മറ്റൊരാളെ ചതിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം.
To deceive means to induce a man to believe that thing is true which is false. അയാളെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാൾ തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആരും കോൺട്രാക്റ്റിൽ ഏർപ്പെടില്ല അല്ലേ. അപ്പോൾ അയാളെ നമ്മൾ ശരിയാണ് എന്ന് പറയുകയും അതിനനുസരിച്ച് പിന്നീട് അയാൾ അറിയുള്ളൂ അത് ഫാൾസ് ആണെന്ന്. അപ്പോൾ അത് കാര്യം ട്രൂ ആണെന്ന് പറഞ്ഞ് നമ്മളൊരാളെ കോൺട്രാക്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രോഡ് എന്ന് പറയുന്നത്. സെക്ഷൻ 17 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫ്രോഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്. എന്തൊക്കെ ആക്റ്റുകളാണ് ഫ്രോഡിൽ വരുന്നത് നോക്കൂ. The suggestion as to fact that which is not true by one who does not believe it is to be true. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒന്നാമത് സജഷൻസ്, നിർദ്ദേശം എന്താണ്, ആസ് ടു ഫാക്ട് ഓഫ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ, ഇത് ശരിയല്ല, ഫ്രോഡാണ്, തെറ്റാണ്, ബൈ വൺ ആൻഡ് ഹൂ ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ആറ്റ് ട്രൂ. പിന്നെ ദ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് ബൈ വൺ ഹാവിങ് നോളേജ് ഓർ ബിലീഫ് ഓഫ് ദാറ്റ് ഫാക്ട്. കൺസീൽ ചെയ്യുക, അവനെ ഒളിപ്പിക്കുക, കൺസീൽമെൻറ്റ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാര്യങ്ങൾ കൺസീൽ ചെയ്യുന്നു അല്ലേ. പിന്നെ എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നമ്മളൊരു കാര്യം പ്രോമിസ് ചെയ്യുക, നമുക്ക് ഇൻറ്റൻഷനൊന്നുമില്ല അത് പെർഫോം ചെയ്യും എന്നുള്ള ഇൻറ്റൻഷനൊന്നും ഇല്ലാതെ തന്നെ. എ പ്രോമിസ് മെയ്ഡ്, ഒരു പ്രോമിസ് നമ്മൾ ചെയ്യുന്നു, വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ, നമുക്ക് പ്രത്യേകിച്ച് ഇൻറ്റൻഷനൊന്നുമില്ല, ഓഫ് പെർഫോമിങ് ഇറ്റ്. പിന്നെ എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിലുള്ള വല്ല ആക്റ്റുകളും ചെയ്യുക, അല്ലെങ്കിൽ ഡിസീവ് ചെയ്യാൻ വേണ്ടി വേറെ തരത്തിലുള്ള വല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുക. എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദി ലോ സ്പെഷ്യാലിറ്റി ഡിക്ലെയേഴ്സ് ടു ബി ഫ്രോഡ്ലൻഡ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോ ഡിക്ലെയർ ചെയ്യുകയാണ്, എന്താണ്, ഫ്രോഡ്ലൻ്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫ്രോഡിൽ വരുന്നത് അല്ലേ. സെക്ഷൻ 17 ഒന്നുകൂടിയും പറയാം, നോക്കിക്കോളൂ. സെക്ഷൻ 17 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ഫ്രോഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്സ്. ഏതൊക്കെ ആക്റ്റുകളാണ് ഫ്രോഡിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The suggestion as to fact of the which is not true by one who does and believe it is to be true. നെക്സ്റ്റ് വൺ കൺസീൽമെൻറ്റ് നടത്തുക. പിന്നെ എന്താ പറയുക, പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി, നമ്മളൊരു കാര്യം പ്രോമിസ് ചെയ്യുന്നു, വെറുതെ പ്രോമിസ് ചെയ്യുക, നമുക്ക് ഉദ്ദേശമൊന്നുമില്ല ചെയ്യണമെന്ന്, അങ്ങനെ വെറുതെ പ്രോമിസ് ചെയ്യുക അല്ലേ. പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്, അത് പെർഫോം ചെയ്യണമെന്നൊന്നും നമ്മൾ വിചാരമില്ല, നമ്മൾ വെറുതെ കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. പിന്നെ എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദി ലോ സ്പെസിഫിക്കലി ഡിക്ലെയേർഡ്സ് ടു ബി ഫ്രോഡ്ലൻറ്റ്. ഇനി എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഫ്രോഡിലുള്ള ഫാക്ടേഴ്സ്, എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്സ് എന്തൊക്കെയാണ്, എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ബൈ അനലൈസിങ് ദ ഡെഫിനിഷൻ ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് ആർ. പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഫ്രോഡിൽ പറയുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. കുറേ പോയിൻറ്റ്സിൻ്റെ ഒരു 9 പോയിൻ്റാണ് പറയുന്നത്. എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് ഫ്രോഡ്, ഫ്രോഡിനെ ബാധിക്കുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം the fraudulent set the fraudulent act must have been committed by a party to the contract. ഏതെങ്കിലും ഇപ്പോൾ നമ്മളൊരു 2-3 ആൾക്കാർ കൂടി ABC 3 ആൾക്കാർ കൂടിയിട്ടാണ് ഒരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എയും ബിയും കൂടിയിട്ടാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി തെറ്റ് ചെയ്യുക, അങ്ങനെ. The fraudulent act must have been committed by a party to the contract. പിന്നെ there must be representation or suggestion or assertion നോക്കുക ഓഫ് ദി ഫാക്ട് വിച്ച് മസ്റ്റ് ബി ഫോൾസ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ എന്താ പറയുക, ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സജഷൻ. എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ അസേർഷൻ പറഞ്ഞാൽ അവകാശവാദം, ഓഫ് ഫാക്ട് വിച്ച് മേ ബി ഫാൾസ് ആണെന്ന്. നമ്മളിപ്പോൾ എന്താണോ ഉണ്ടാക്കിയത് വെച്ചെങ്കിൽ, എന്ത് കാര്യമാണോ ഉണ്ടാക്കിയത് വെച്ചെങ്കിൽ അത് ഫോൾസ് ആണ് എന്നുള്ള കാര്യമാണ്. ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സജഷൻ ഓർ അസേർഷൻ. അസേർഷൻ പറഞ്ഞാൽ അവകാശവാദമാണ്, ഓഫ് എ ഫാക്ട് വിച്ച് മസ്റ്റ് ബി ഫോൾസ്. പിന്നെ ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വെൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ്, കൺസീൽ ചെയ്യുന്ന മറച്ചു വയ്ക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സത്യമായിട്ടും അതിൽ എന്താണോ ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ, അത് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണോ സത്യത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന വശങ്ങൾ, ദോഷവശങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അത് കൺസീൽ ചെയ്യുന്നു, മറച്ചു വയ്ക്കുന്നു. പിന്നെ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. പ്രോമിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഇൻറ്റൻഷനൊന്നുമില്ല. പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്, അത് പെർഫോം ചെയ്യണമെന്ന് നമുക്ക് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല.
പിന്നെ an act or representation etc. must be done and made with the intention to deceive the other party. നമ്മുടെ ഉദ്ദേശം എന്താണ്? മറ്റൊരാളെ ഡിസീവ് ചെയ്യണം, ചതിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതാണ് പറയുന്നത്. പിന്നെ if an act or omission has specially been declared by law to be fraudulent, its amount to be fraud. എല്ലാ കാര്യങ്ങളും ഫ്രോഡാണ്, അതിൽ എമൗണ്ടും എല്ലാതും ഫ്രോഡാണ് എന്നുള്ളത്. The representation etc. must relate to a fact. ഈ റെപ്രസെൻറ്റേഷനൊക്കെ ഏതുമായിട്ട് ഫാക്റ്റ്, സത്യം എന്താ വെച്ചെങ്കിൽ അത്. The other party must have been deceived. മറ്റുള്ള വേറെ പാർട്ടികളും ഇതുകൊണ്ട് ഡിസീവ് ചതിക്കപ്പെടുക. The party acting on the representation must be suffered some loss. ഇതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാവുന്നു? കുറച്ച് ലോസസ് ഉണ്ടാവുന്നു. ഇത്രയൊക്കെയാണ് ഈ എലമെൻറ്റ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രോഡ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ഫ്രോഡിനെ ബാധിക്കുന്നത് എന്നുള്ള കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്. അതിനെ ഞാൻ ഓരോ പോയിൻറ്റ്സായിട്ട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് വെറുതെ എല്ലാ പോയിൻറ്റ്സും എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതൊക്കെ പോയിൻറ്റ്സാണ് അതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. By analyzing the definition, the important elements of fraud. നമ്മൾ ഈ ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക. ഈ പോയിൻറ്റ്സിൽ എന്താണ് ഓരോന്നിലും പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക കേട്ടോ, ശ്രദ്ധിക്കുക. The fraudulent act must have been committed by a party to the contract. തെറ്റായ കാര്യം ചെയ്യുക, കോൺട്രാക്റ്റിലുള്ള ഒരാൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ. The act of constituting fraud must have been committed by a party to the contract with his conveyance by his agent. It should not have been committed by a stranger. എന്നറിയാവുന്നതാണ്, സ്ട്രേഞ്ചർ, പുറമേ ഉള്ള ഒരാളല്ലാണ്ട് ഈ കോൺട്രാക്റ്റിലുള്ള ഒരാൾ തന്നെ വന്നിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുക അല്ലേ, ഫ്രോഡുലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, there must be representation or suggestion or assertion of a fact which must be false. ഈ കാര്യം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു കോൺട്രാക്റ്റ്, അതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയാലും പിന്നെ സജഷൻ നിർദ്ദേശങ്ങളായാലും നമ്മൾ അസേർഷൻ അവകാശവാദം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ വാദിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ എന്താവുക? മസ്റ്റ് ബി ഫോൾസ്, തെറ്റാവുക അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് തെറ്റാവുന്നത്? റെപ്രസെൻറ്റേഷൻ, സജഷൻസ്, അസേർഷൻ എല്ലാതും ഫാൾസ് ആവുന്നു. In order to constitute a fraud, there must be some representations ഉണ്ടാവാം, സജഷൻസ് ഉണ്ടാവാം, അസേർഷൻ പറഞ്ഞാൽ അവകാശവാദങ്ങൾ ഉണ്ടായിരിക്കാം, വിച്ച് ഈസ് ഫോൾസ്, അത് ഫോൾസ് ആവുക. ആൻഡ് ദ പാർട്ടി മേക്കിംഗ് ഇറ്റ് നോ ദാറ്റ് ഈസ് ഫോൾസ്, പാർട്ടിക്ക് എന്തറിയാം? അത് ഫോൾസ് ആണ് എന്നറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. എക്സ് വൈൽ സെല്ലിംഗ് ഹിസ് കാർ ടു വൈ, എക്സ് കാർ വിൽക്കുകയാണ് വൈക്ക്, സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് മോഡൽ കാറാണ്, ബ്രാൻഡ് ആൻഡ് ന്യൂ നോയിങ് ഫുള്ളി വെൽ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് കാർ ഓഫ് ഓൾഡ് മോഡൽ ആൻഡ് ന്യൂ നോയിങ് ഫുള്ളി, നമുക്കത് ഓൾഡ് മോഡലാണെന്നറിയാം. ഹിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് ടു ബി ഫ്രോഡ്. അയാളുടെ റെപ്രസെൻ്റ്, അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഇത് എക്സ് കാർ വിൽക്കുമ്പോൾ ഇത് പുതിയ മോഡലാണ്, പക്ഷേ അതൊക്കെ പഴയ മോഡലൊക്കെയാണ്, അപ്പോൾ അതൊക്കെ വൈക്ക് അറിയാമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഫോൾസ് ആണ് അതിൽ പറയുന്നത്. There must be representation, suggestion or assertion of a fact which must be false. Next one. There must be a active or willful concealment of fact. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്രകാരം ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് കൺസീൽ ചെയ്യുന്നു, മറച്ചു വയ്ക്കുന്നു. ഓഫ് ഫാക്റ്റുകൾ, യഥാർത്ഥ സത്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ആ കാര്യങ്ങൾ മുഴുവനായിട്ടും പുറത്തു പറയാണ്ട് അത് കൺസീൽ ചെയ്യുക, മറച്ചു വയ്ക്കുക അല്ലേ. അപ്പോൾ നോക്കൂ, വെൻ ദി പാർട്ടി ടേക്ക് സം പോസിറ്റീവ് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ആൻ ഇൻഫോർമേഷൻ ഫ്രം റീച്ചിങ് ദി അതർ പാർട്ടി അല്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മറച്ചു വയ്ക്കുന്നു. അതന്നെ ഇത്രയേ ഉള്ളൂ. വെൻ ദി പാർട്ടി ടേക്ക് സം പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കുകയാണ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ആൻ ഇൻഫോർമേഷൻ ഫ്രം റീച്ചിങ് ദി അതർ പാർട്ടി അല്ലേ. മറ്റുള്ളവരുടെ കയ്യിലേക്ക് യഥാർത്ഥത്തിലുള്ള ഇൻഫോർമേഷൻ എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ്, പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നമ്മളൊരു കാര്യം പ്രോമിസ് ചെയ്യുന്നു അല്ലേ, എന്ത് നമുക്ക് ഉദ്ദേശമില്ല, പ്രോമിസ് മെയ്ഡ്
വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നമുക്ക് എന്ത് ഉദ്ദേശമില്ല അത് പെർഫോം ചെയ്യണം എന്നുള്ള ഉദ്ദേശമില്ലാതെ ചെയ്യുക അല്ലേ. നമ്മൾ വെറുതെ ഒരു സത്യം ചെയ്യുക, വെറുതെ ഒരു കാര്യം ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നതാണ് നാലാമതായിട്ട് പറയാനുള്ളത്. പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. ഇഫ് ദ പ്രോമിസർ മെയ്ഡ് എ പ്രോമിസ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ടു പെർഫോം, ഒരു പ്രോമിസ് ചെയ്യുന്നു പക്ഷെ അത് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ഫ്രോഡ്, അതൊരു ഫ്രോഡാണ്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ ടു പെർഫോം ദ കോൺട്രാക്ട് ആസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ഇറ്റ്. എന്താണ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി, പ്രോമിസറുടെ ഡ്യൂട്ടിയാണ് എന്ത്, ടു പെർഫോം എ കോൺട്രാക്ട്. എപ്പോഴാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് അത് ചെയ്ത് തീർക്കുക എന്നുള്ളതൊരു പ്രോമിസറുടെ ഡ്യൂട്ടിയാണ്. ഇഫ് എ പ്രോമിസ് ഈസ് മെയ്ഡ് ഓൺലി ടു ചീറ്റ് ദ അതർ പാർട്ടി ദർ എക്സിസ്റ്റ്. എന്നിട്ട് ആ സമയം ഇപ്പോൾ ഒരു സമയത്തിൻ്റെ ഉള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അതിപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടോ ആ സമയമാകുമ്പോഴൊന്നും ചെയ്യുന്നില്ല, അയാളെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രോമിസ് മെയ്ഡ്. നമ്മൾ പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. വെറുതെ പറയുക, വെറുതെയൊക്കെ സത്യം ചെയ്തു പക്ഷെ നമ്മളത് പെർഫോം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെയാണ് നാലാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ, an act or representation etc. must be done or made with an intention to deceive the other party. നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടി, മറ്റൊരാളെ ഡിസീവ് ചെയ്യണം, ചതിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്രോഡ് ദർ മസ്റ്റ് ബി എൻ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരാളെ ഡിസീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. And there must be some representation, statement, suggestion, assertion must have been made with the intention to deceive the other party. അപ്പോൾ നമുക്കറിയാം മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ നടത്തുന്നു, പല സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ള അസേർഷൻസ് കൊണ്ടുവരുന്നു, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അല്ലേ. ഒരാളെ ഡിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ആക്ട് ചെയ്യുക, അഭിനയിക്കുന്നു, റെപ്രസെൻറ്റേഷൻ നടത്തുന്നു, മസ്റ്റ് ബി ഡൺ മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, ടു ഡിസീവ് ദി അതർ പാർട്ടി, മറ്റൊരാളെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. 5 പോയിൻറ്റുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ഏതപ്പം എടുത്തിട്ടുണ്ടായിരുന്നു, എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് എന്നുള്ള ടോപ്പിക്കാണ് എടുത്തത് കേട്ടോ. എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡിൽ 5 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും കിടക്കുന്നുണ്ട്, 4 പോയിൻറ്റും കൂടിയും പറയട്ടെ, ഓരോന്നായിട്ട് വീണ്ടും പറയാം. ഈ ഫ്രോഡ് എന്നുള്ള ഡെഫിനേഷനിൽ തന്നെ ഫ്രോഡ് ചെയ്യുക, ഡിസീവ് ചെയ്യുക, മറ്റൊരാളെ നമ്മൾ ചതിക്കുക, അതാണ് ഫ്രോഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രോഡ്ലൻഡ് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എന്താ പറയാം, ഫ്രോഡ്ലൻഡ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ ദി പാർട്ടി ടു ദി കോൺട്രാക്ട്. നെക്സ്റ്റ്, ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓർ സജഷൻ ഓർ അസേർഷൻ ഓഫ് എ ഫാക്ട് വിച്ച് മസ്റ്റ് ബി ഫോൾസ്. പിന്നെ ദർ മസ്റ്റ് ബി എൻ ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട്. പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. പിന്നെ ആൻ ആക്ട് ഓർ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് ബി ഡൺ ആൻഡ് മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരാളെ ഡിസീവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇഫ് ആൻ ആക്ട്, ഒരു പ്രവൃത്തി ചെയ്യുക, ഒമിറ്റ് ചെയ്യുക, ഒഴിവാക്കുക, ഹാസ് സ്പെഷ്യലി ബീൻ ഡിക്ലെയർഡ് ബൈ എ ലോ ടു ബി ഫ്രോഡ്ലൻഡ് ആൻഡ് ഇറ്റ്സ് എമൗണ്ട് ടു ഫ്രോഡ്. Certain acts or omission have been specially declared to be fraudulent by various acts. അപ്പോൾ പല നിയമങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്ലോഷർ ഓഫ് certain kinds of fact expressly required in many cases by law. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റായിട്ട് വരുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. Disclosure of certain kinds of facts is expressly required in many cases by the law. Non-compliance with a law is expressly declared in such cases to be fraud. For example, according to section 55 പ്രകാരം Transfer of Property Act 1882, the seller of immovable property is bound to disclose to the buyer any material defect in the property in the seller's title. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ ലാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുകയാണെങ്കിൽ സെല്ലർ എന്ത് പറയണം, ബയ്യറോട് ആ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയണം. അത് പറയാതിരുന്നിട്ട് പറ്റിക്കുക, അതാണ് ഇതിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ സെക്ഷൻ 55 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. സെക്ഷൻ 55
ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പ്രകാരം നമ്മൾ ഭൂമികളൊക്കെ വിൽക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് വെച്ചെങ്കിൽ ആ ദോഷവശങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആർക്ക്? ബയ്യർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ബയ്യർക്ക് അതിനെ പറ്റിയുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അതാണ് പറയുന്നത്. 1882 seller of immovable property is bound to disclose to the buyer any material defects of the property in the seller's title. എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് പറയാതിരിക്കുക, അങ്ങനെ ഡിസ്ക്ലോഷർ നടത്താതിരിക്കുക, ഫുൾ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതിരിക്കുക, അതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ദ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റ് ടു ഫാക്ട്. സത്യം എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. A mere expression of opinion, imagination, guesswork, hearsay, or intention or some buffing expression and statement does not constitute a fraud. അതുകൊണ്ടൊന്നും ഫ്രോഡ് ഉണ്ടാവണമെന്നില്ല എന്നാണ് പറയുന്നത്. A whale selling his horse to B. ബിക്ക് നമ്മൾ കുതിരേനെ വിൽക്കുകയാണ് ചെയ്യേണ്ടത്. ടു ടെൽസ് ഹിം മൈ ഹോഴ്സ് ഈസ് ഗുഡ് ആസ് ദാറ്റ് ഓഫ് സി. എൻ്റെ ഹോഴ്സ് സിയുടെ ഹോഴ്സിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞു. ബൈ ഹോഴ്സ് ഡസ് നോട്ട് വാക്ക് ബട്ട് ഇറ്റ് ഗാലോപ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ എന്താണ്? റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റ് ടു, ഇതിനനുസരിച്ചാണ് റിലേറ്റ് ടു എ ഫാക്റ്റ്. പിന്നെ ദി അതർ പാർട്ടി മസ്റ്റ് ഹാവ് ബീൻ ഡിസീവ്ഡ്. നോക്കുക, ദ റൂൾ ദാറ്റ് എ മിയർ അറ്റംപ്റ്റ് ടു ഡിസീവ് ഈസ് നോട്ട് ഫ്രോഡ് അൺലെസ് ദി അതർ പാർട്ടി ഈസ് ആക്ച്വലി ഡിസീവ്. വെറുതെ ഡിസീവ് ചെയ്ത ഫ്രോഡ് ആവില്ല, അയാളെ യഥാർത്ഥത്തിൽ ഡിസീവ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, ദി പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി ഹാവ് സഫേർഡ് സം ലോസ്. ഈ പാർട്ടിക്ക് ആ ഫ്രോഡിൽ ഡിസീവ് ചെയ്തിട്ട് അതിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാവുന്നു? ദി പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് സഫേർഡ് സം ലോസ്. അതുകൊണ്ട് അയാൾക്ക് കുറച്ച് ലോസുകൾ, നഷ്ടങ്ങൾ ഉണ്ടാവുന്നു അല്ലേ. ഇറ്റ് ഈസ് എ കോമൺ റൂൾ ഓഫ് ലോ ദാറ്റ് ദർ ഈസ് നോ ഫ്രോഡ് വിത്തൗട്ട് ഡാമേജ്. ഡാമേജ് ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കാശോ അങ്ങനെ എന്തെങ്കിലും പണമോ മണിയോ അല്ലെങ്കിൽ നമ്മുടെ വല്ല പ്രോപ്പർട്ടീസിനോ ഒന്നും നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെ ഫ്രോഡില്ല. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ്സ് അത് ഫ്രോഡ് വിത്തൗട്ട് ഡാമേജ്. ഡാമേജ് വിത്തൗട്ട് ഫ്രോഡ് ഡസ് നോട്ട് ഗീവ് റൈസ് ടു ആൻ ആക്ഷൻ ഓഫ് ഡെസീറ്റ്. അപ്പോൾ എന്താ? പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ അയാൾക്ക് എന്തുകൊണ്ടുണ്ടാവുന്നു? അതുകൊണ്ട് കുറച്ച് ലോസ്, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ആറാമത്തെ പോയിന്റ് മുതൽ പറഞ്ഞെന്താണ്? ഇഫ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഹാസ് ബീൻ ഡിക്ലെയർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ സെല്ലർ ബയർക്ക് എല്ലാ ഇൻഫോർമേഷനും പറഞ്ഞു കൊടുക്കണം. അതിലെന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പലതരത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കുന്നു. പിന്നെ പറയുന്നത് റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റ് ടു എ ഫാക്ട്. റെപ്രസെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുമായിട്ടാണ് റിലേറ്റ് ടു ഫാക്റ്റുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ദി അതർ പാർട്ടി മസ്റ്റ് ഹാവ് ബീൻ ഡിസീവ്ഡ്. മൂന്നാമതൊരു വ്യക്തി കൂടിയും അതുകൊണ്ട് ഡിസീവ് മുഴുവനായിട്ടും ശരിക്കും ഡിസീവ് ചെയ്യണം. ദ റൂൾ ഈസ് ദാറ്റ് മിയർ അറ്റംപ്റ്റ് ടു ഡിസീവ് നോട്ട് ഫ്രോഡ് അൺലെസ് ദി അതർ പാർട്ടി ഈസ് ആക്ച്വലി ഡിസീവ്ഡ്. പിന്നെ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് സഫേർഡ് ലോസ്. അതുകൊണ്ട് അയാൾക്ക് എന്തും കൂടി നഷ്ടങ്ങളും കൂടി സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഫ്രോഡ് എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്. ഇപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി. റോങ് ആയിട്ട് കാര്യങ്ങൾ പറയുക, നുണ പറയുക, തെറ്റായിട്ട് പറയുക. എന്നിട്ട് നമ്മുടെ എന്താണ്? ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരാളെ ചതിക്കാൻ വേണ്ടി തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡ് ഈസ് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരു പാർട്ടിയെ ഡിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡാണ് നമ്മൾ പറഞ്ഞത്. ഇനി സൈലൻസ് ആസ് ഫ്രോഡ്. സൈലൻസ് ആസ് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരോ അവരൊക്കെ ആയിട്ടാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ, അപ്പം അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് വെച്ചെങ്കിൽ അതാണ് സൈലൻസ് ഓഫ് ഫ്രോഡ് എന്നുള്ളതിൽ പറയുന്നത്. ഒരു പാർട്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, മറ്റേ ആൾ സംസാരിക്കുന്നില്ല, അതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട്, mere silence of fact likely to affect the willingness of a person to enter into a contract is not fraud unless the circumstances of the case such that regard being had to them it is the duty of the person keeping silence to speak. അപ്പോൾ ഒരാൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്, ഒരാളൊന്നും മിണ്ടണില്ല, വെറുതെ കേട്ടുകൊണ്ട് നിൽക്കുക മാത്രം.
ആൻഡ് അൺലെസ് എ സൈലൻസ് ഇറ്റ് സെൽഫ് ഈക്വലൻറ്റ് ടു സ്പീച്ച്. ഇപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ പറയും മൗനം സമ്മതം എന്ന് പറയും അല്ലേ. മൗനം സമ്മതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഒരു കോൺട്രാക്റ്റിലെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അയാളൊന്നും മിണ്ടുന്നില്ല. യാതൊരു ഇപ്പോൾ ഇഷ്ടമല്ലാച്ചെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്ത് പറയും ഇത് പറ്റില്ല, ഈ കോൺട്രാക്റ്റിൽ എനിക്ക് പറ്റില്ല, കാരണം ഇതെനിക്ക് നഷ്ടം ഉണ്ടാക്കുന്നതാണ്, അത് കാരണം കൊണ്ട് ഞാൻ ഈ കോൺട്രാക്റ്റിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയൂലേ. അപ്പോൾ അയാളൊന്നും പറയാണ്ട് മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈക്വലൻ്റ് ടു സ്പീച്ച്. ഒന്നും മിണ്ടാണ്ട് തിരുന്നാൽ അത് ഈക്വലൻ്റ് ആണ്. ഈക്വലൻ്റ് പറഞ്ഞാൽ തുല്യമാണ്, ഈ പറയുന്നതിന് തുല്യമാണ്. നോക്കൂ, സൈലൻസ് ഓഫ് ഫ്രോഡ് നോക്കൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 of the Contract Act, mere silence as to facts likely to affect the willingness of a person. ഒരാൾ സൈലൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ വില്ലിങ് ആണ്, അയാൾക്ക് ആ കാര്യം പ്രവൃത്തി ചെയ്യുന്നതിൽ അയാൾ വില്ലിങ് ആണ് എന്നാണ് അർത്ഥം. വില്ലിങ്നെസ് ഓഫ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ അയാൾ വില്ലിങ് ആണ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് എ ഫ്രോഡ് അൺലെസ് ദി സർക്കംസ്റ്റാൻസസ് ഓഫ് ദി കേസ് ആർ സച്ച് ദാറ്റ് റിഗാർഡ് ബീയിങ് ഹാഡ് ടു ദം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സൺ കീപ്പിംഗ് സൈലൻസ് ടു സ്പീക്ക് or unless a silence is in itself equivalent to speech. For example നോക്കുക കേട്ടോ. If X sells by auction to Y, auction എന്ന് പറഞ്ഞാൽ ലേലം, X ഓപ്ഷനിൽ Yക്ക് സാധനങ്ങൾ വിൽക്കുന്നു. A horse, ഒരു ഹോഴ്സിനെയാണ് വിറ്റത്. X knows to be unsound. അപ്പോൾ നമ്മൾ X sell by auction to Y, X knows to be unsound and X says nothing to Y. X ഒന്നും Yയോട് പറയുന്നില്ല about the unsoundness of the horse. Here X commits no fraud. അപ്പോൾ ഒരു ഫ്രോഡും വരുന്നില്ല, സൈലൻസ് ഓഫ് ഫ്രോഡ്. അപ്പോൾ ഒന്നും വേണ്ടിയില്ലെങ്കിൽ അത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, അത് കറക്റ്റാണ് എന്നുള്ളതിനോട് ഈക്വലൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുക, എക്സംഷൻ ടു ദ ജനറൽ റൂൾ. ഇതിലെ എക്സംഷൻസ് ഏതിനൊക്കെയാണ് പറയുന്നത്? എക്സംഷൻ ടു ഈ ഫ്രോഡിൻ്റെ കാര്യത്തിൽ ഏതിലേക്കാണ് എക്സംഷൻസ് പറയുന്നത്? where the circumstances create a duty on the part of the person keeping silence to speak. The duty of ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് അത് വരുന്നത്? The duty to speak arises in the following circumstance. ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് സ്പീക്ക് വരുന്നത് എന്നുള്ളതാണ്. കോൺട്രാക്ട് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പര വിശ്വാസം അല്ലേ, അറ്റ്മോസ്റ്റ് ഗുഡ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അല്ലേ, പരസ്പര വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻ ദിസ് കേസ് ഓഫ് കോൺട്രാക്ട് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ദ ലോ ഇമ്പോസസ് അപ്പോൺ പാർട്ടീസ് ദ ഡ്യൂട്ടി ഓഫ് മേക്കിംഗ് ട്രൂ ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്. അതിൻ്റെ അടിയിൽ വരയ്ക്കുക ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും, യഥാർത്ഥ സത്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിനെയാണ് കോൺട്രാക്ട്സ് ഓഫ് ഉബ്രിമൈ ഫെഡി അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പഠിച്ചാൽ മതി. കോൺട്രാക്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ഫെഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, വേർ വൺ പാർട്ടി റീപോസസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ടു ദി അതർ പാർട്ടി ആൻഡ് സച്ച് അതർ പാർട്ടി മസ്റ്റ് റിവീൽ ദ ട്രൂത്ത്. പരസ്പരം ട്രസ്റ്റ്, വിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്സംഷൻ ടു ദ ജനറൽ റൂളിൽ പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ചുരുക്കി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ആ ടോപ്പിക്കുകൾ ഒന്നുകൂടിയും പറയാം. നമ്മൾ ഈ ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ള പോർഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തൊക്കെ ഡിഫറൻസ് ആണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നുകൂടിയും പറയാം. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ത്രെട്ടണിങ് ആണ് അല്ലേ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ പേഴ്സ്യൂ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പ്രഷറാണ്. മറ്റേതാണെങ്കിലോ മെൻ്റൽ പ്രഷറാണ് പറയുന്നത്. പിന്നെ കൊയേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ്, മറ്റേതാണെങ്കിലോ ആ പാർട്ടി അതിൽ തന്നെയുള്ള പാർട്ടി ആയിരിക്കും. പിന്നെ കൊയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്റ്റാണ്. നേരെ മറിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നോ ക്രിമിനൽ ആക്റ്റ് അല്ല. പിന്നെ കൊയേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് നോട്ട് നെസസറി, അത്യാവശ്യമില്ല. മറ്റേതാണെങ്കിലും റിലേഷൻഷിപ്പ് ജനറലി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ടു പാർട്ടീസ്. ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി. എന്താ? റോങ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നു വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരു പാർട്ടിയെ ഡിസീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് റോങ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോഡ് എന്ന് പറയുന്നത്.
ഇനി ഫ്രോഡിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പോയിൻറ്റ്സുകൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് ഫ്രോഡിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായത്? ഫ്രോഡ്ലൻറ്റ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട്. അപ്പോൾ അതിലുള്ള ആൾ തന്നെ അല്ലേ, കോൺട്രാക്റ്റിലുള്ള ആൾ തന്നെ. പിന്നെന്താ പറയുന്നത്? റെപ്രസെൻറ്റേഷൻ ആയാലും സജഷൻ ആയാലും അസേർഷൻ ആയാലും അതൊക്കെ എന്താവുക? അസേർഷൻസ് പറഞ്ഞാൽ അവകാശവാദങ്ങൾ, അതൊക്കെ ഫാൾസ് ആവുക അല്ലേ. പിന്നെ എന്താ പറയുന്നത്? കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. ഫാക്ട് പറഞ്ഞാൽ സത്യം എന്താണെന്ന് വെച്ചെങ്കിൽ കൺസീൽ ചെയ്ത് മറച്ചു വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള കാര്യം പറയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടാവാൻ പോകുന്നത് വെച്ചെങ്കിൽ അത് മറച്ചു വെച്ച് പറയുന്നതിനെയാണ് ദ ആക്ട് മസ്റ്റ് ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട്. പിന്നെ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. പ്രോമിസ് ചെയ്യുന്ന നമുക്ക് ഉദ്ദേശമൊന്നുമില്ല പെർഫോം ചെയ്യണത്. പിന്നെ ആക്ട് ഓർ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരു പാർട്ടിയെ ഡിസീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക അല്ലേ. പിന്നെ ഇഫ് ആൻ ആക്ട് ഓർ ഒമിഷൻ എങ്ങനെയാണ് ഡിക്ലെയർഡ് ബൈ ദ ലോ ഇറ്റ് എമൗണ്ട്സ് ടു ബി ഫ്രോഡ് അല്ലേ. തെറ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതെ, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതെ വരുന്ന തെറ്റുകൾ. പിന്നെ the representation etc. must relate to fact. പിന്നെ the other party must have been deceived. പിന്നെ എന്താ പറയുന്നത്? the party acting on representation must have some losses. പിന്നെ സൈലൻസ് ഫ്രോഡാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാണ്? എന്താ പറയുന്നത്? പേഴ്സൺ കീപ്പിംഗ് സൈലൻസ് ടു സ്പീക്ക് അൺലെസ് ഹിസ് സൈലൻസ് ഈസ് ഇറ്റ് സെൽഫ് ഈക്വലൻറ്റ് ടു സ്പീച്ച്. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒന്നും പറയുന്നില്ല, വേണമെന്നോ വേണ്ടാന്നോ യാതൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അത് ഈക്വലൻറ്റ് ടു സ്പീച്ച്, ഈക്വലൻ്റ് ആണ്, സ്പീച്ചിനോട് ഈക്വലൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സംഷൻസ് ഏതൊക്കെയാണ്? When were circumstances create a duty on part of the person keeping silence to speak, contract with utmost good faith, fiduciary relationship. രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന? കോൺട്രാക്ട് വിത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ് പറഞ്ഞത് അല്ലേ. ഇൻ ദിസ് കേസ് ഓഫ് കോൺട്രാക്ട് വിത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഇമ്പോസസ് അപ്പോൺ ദി പാർട്ടീസ് ഡ്യൂട്ടി ഓഫ് മേക്കിംഗ് ട്രൂ ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ. അതിൻ്റെ അടിയിൽ വരയ്ക്കുക കേട്ടോ. ട്രൂ ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്. പിന്നെ ഫെഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ഇൻ അതർ പാർട്ടി വെൻ സച്ച് അതർ പാർട്ടി മസ്റ്റ് റിവീൽ ദ ട്രൂത്ത്. അതാണ് അതിൽ പറയുന്നത്. എക്സംഷൻ ടു ദി ജനറൽ റൂളിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് ഫ്രോഡ് എന്നുള്ളതാണ് എടുക്കാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതുവരെ എടുത്തിട്ട് നിർത്തട്ടെ, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.